ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആക്ടിവിറ്റി 1 കളക്ഷൻ ഓഫ് ബുക്സ്. മംഗലം കുന്ന് UP സ്കൂൾ ഹാസ് കളക്റ്റഡ് ബുക്സ് ആസ് എ പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ ഓഫ് വായന വാരാഘോഷം. ദേ അറേഞ്ച് ദ കളക്റ്റഡ് ബുക്സ് ആസ് ഷോൺ ബിലോ. ഒരു സ്കൂളിലെ വായന ദിനത്തോട് അനുബന്ധിച്ചിട്ട് കുറച്ച് ബുക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ചുവടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എ വിച്ച് ഐറ്റം ഹാസ് മോർ നമ്പർ ഓഫ് ബുക്സ്. ഇതിൽ ഏത് ബുക്സാണ് കൂടുതൽ? മോർ നമ്പർ ഓഫ് ബുക്സ് ഏതാണ്? പോയം. പോയം എത്രയുണ്ട്? ഹൗ മെനി? 321. അത് അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ബി വിച്ച് ഐറ്റം ഹാസ് ലെസ് നമ്പർ ഓഫ് ബുക്സ്. ഏതാ ലെസ് നമ്പർ ഓഫ് ബുക്സ്? ട്രാവലോഗ്. ഹൗ മെനി? 102. അടുത്തത് മൂന്നാമത്തെ ചോദ്യം rearrange the number of different items of books from the smallest to the largest. Write them in the given box. അപ്പോൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുത് വരയ്ക്ക്. അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ. Activity 2 Cost of umbrella. Lakshmi owned an umbrella. She gave ₹500 to the shop. The shopkeeper gave her back 300 rupees notes, 7 10-rupee notes and 5 1-rupee coins. How much did Lakshmi get back? ലക്ഷ്മി ഒരു അംബ്രല്ല വാങ്ങിയിട്ട് 500 rupees കൊടുത്തു. ലക്ഷ്മിക്ക് റിട്ടേൺ കിട്ടിയത് 300 rupee നോട്ട്സ്, 7 10-rupee നോട്ട്സ് ആൻഡ് 5 1-rupee കോയിൻ. അപ്പോൾ എത്രയാണ്? ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ലക്ഷ്മി ഗെറ്റ് ബാക്ക്? അപ്പോൾ അത് നോക്കാം. 300 rupees നോട്ട്സ് എന്ന് പറയുമ്പോൾ 300 പ്ലസ് 7 10-rupee നോട്ട്സ്, 7 into 10 70 and 1-rupee കോയിൻസ്. അപ്പോൾ എത്ര ടോട്ടൽ കിട്ടുന്നത്? 375. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ആൻ അംബ്രല്ല? എത്രയാണ് അപ്പോൾ അംബ്രല്ലയ്ക്ക് കോസ്റ്റ് വരിക? 500 rupees കൊടുത്തിട്ട് ബാലൻസ് 375 rupees കിട്ടി. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് എന്ത് വരിക? അംബ്രല്ലേൻ്റെ റേറ്റ് വരിക. അപ്പോൾ എങ്ങനെ ചെയ്യാം? 500 മൈനസ് 375, അപ്പോൾ 125. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രോം ദ ബാലൻസ് എമൗണ്ട് ലക്ഷ്മി ചേഞ്ചഡ് 200 rupee നോട്ട്സ് ടു 50 rupee നോട്ട്സ്. How many 50 rupees notes did she get? എത്ര 200 rupeesൽ എത്ര 50 rupeesനും 200, 200 വരുമ്പോൾ 200. അപ്പോൾ അതിൽ എത്ര 50 rupees ഉണ്ടാവും? 100ൽ 2 എണ്ണമാണ്. അപ്പോൾ 200ൽ 2 + 2 4 50 rupees ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If Lakshmi got 20 rupee notes, how many number of 20 rupee notes will be get for the 200 rupee notes? അപ്പോൾ ലക്ഷ്മിക്ക് 20 rupeesൻ്റെ നോട്ടാണ് 200നോ? യെസ്, 10 20 rupees ഉണ്ടാവും. അപ്പോൾ 200. തേർഡ് ആക്ടിവിറ്റി ലെറ്റ്സ് കംപ്ലീറ്റ് ദ ബോക്സസ്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ യൂസിങ് ദ നമ്പേഴ്സ് ഗിവൺ എബോ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് വെച്ചിട്ട് താഴെയുള്ള
പാറ്റേണുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനിവിടെ ആൻസർ മാത്രം കൊടുക്കാം. ഫസ്റ്റത്തെ എ ഓപ്ഷൻ വരുന്നത് 10 നമ്പേഴ്സ് ഡിഫറൻസിലാണ് വരുന്നത്. 4, 10 കൊടുത്ത് അടുത്തത് ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് 430 വരുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ 420 അങ്ങനെ 10 നമ്പർ ഡിഫറൻസിൽ വരും. ബി ക്വസ്റ്റ്യൻ 950, 850 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ലെസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് മൂന്നാമത്തേത് വേറൊരു ചോദ്യം നമുക്ക് കൊടുക്കാം. നാലാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ എംപ്റ്റി ബോക്സസ്. അതും ഇതുപോലെ ഒരു പാറ്റേൺ ആണ്. ആൻസർ ഞാൻ ചൂടെ കൊടുക്കാം. Next activity, school sports meet. During the sports meet in Attikau School, 5 athletes participated in junior boys for long jump. Each of them jumped the following distance. നമ്മുടെ സ്പോർട്സിൻ്റെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലേസസ് ദേ ഗോട്ട്. ഫസ്റ്റ് പ്ലേസ്, ഇതിലിപ്പോൾ ആരായിരിക്കും ഫസ്റ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ടാവുക? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ജമ്പ് ചെയ്ത ആളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവുക. പിന്നെ സെക്കൻഡ്, ഹൂ ജംപ്ഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ 3 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ്, ഫസ്റ്റ് ആരാണ്, അത് നമുക്കിതിൽ നോക്കാം. ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണ്? 500 ആണല്ലേ വലിയ എമൗണ്ട്. 540 സെൻറ്റിമീറ്റർ. അതാണ് ഫസ്റ്റ് പ്ലേസ് അജ്മൽ. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? 500 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ വരുന്നത് 487. ഹൂ ജംപ്ഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ്? രജി. അങ്ങനെ 3 ചോദ്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഹൗ മച്ച് മോർ ഡിഡ് ദ ഫസ്റ്റ് പ്ലേസ് വിന്നർ ജംപ് ദാൻ ദ സെക്കൻഡ് പ്ലേസ് വിന്നർ? എത്ര കൂടുതലാണ് സെക്കൻഡ് പ്ലേസ് കിട്ടിയ ആളിൽ നിന്നും ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആൾ എത്ര കൂടുതലാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്? അതായത് 540 മൈനസ് 487 ചെയ്താൽ ആൻസർ കിട്ടും. എത്ര കിട്ടുക നമുക്ക് നോക്കാം. പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അറേഞ്ച് ദ ഡിസ്റ്റൻസ് ഇൻ ദ ബോക്സസ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അതാണ് 3 ചോദ്യം. ബിഗ്ഗസ്റ്റ് മുതൽ സ്മോളസ്റ്റ് വരെയുള്ളത് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. എല്ലാവരുടെയും ആൻസേഴ്സൊക്കെ കറക്റ്റായല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. അത് വളരെ എളുപ്പമാണ്. ആക്ടിവിറ്റി 5, ലെറ്റ്സ് മേക്ക് ഷേപ്സ്. ഹൗ മെനി സർക്കിൾസ് ആർ ദർ ഇൻ ദ ഫിഗർ? ഈ ഫിഗറിൽ എത്ര സർക്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗണ്ട് ചെയ്ത് നോക്കാം. ദർ ആർ 9 സർക്കിൾസ്. അടുത്തത് കളർ ദ റെക്റ്റാങ്കിൾസ്. ഇതിൽ റെക്റ്റാങ്കിൾസിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിലൊന്നും എടുക്കാൻ ആരും മറക്കരുത്. അടുത്ത ചോദ്യം, ഡ്രോ എ ഫിഗർ യു ലൈക്ക് യൂസിങ് സർക്കിൾസ്, റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും സർക്കിൾസും യൂസ് ചെയ്തിട്ട് ഒരു പിക്ചർ വരയ്ക്കാം. വളരെ ഇഷ്ടമാവുന്നൊരു ചോദ്യമാണത് അല്ലേ. അടുത്തത്